ഹായ് ഫ്രണ്ട്സ്, ഒരിക്കലും മരിച്ചാണ് ഞാൻ നിൽക്കുന്നത് ആര്യങ്കാവിലാണ്. അവിടെ പോയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു. തണുത്ത വെള്ളമായിരുന്നു, പറയാനിരിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് തണുപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പം വൃശ്ചിക മാസമല്ലേ, നമ്മുടെ 10 വയസ്സ് മുതൽ 50 വയസ്സുള്ളവർക്ക് പെൺകുട്ടികൾക്ക് കയറാൻ കഴിയില്ല. പുരുഷന്മാർക്ക് കയറാം, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താണ് അവിടുത്തെ പ്രസാദം. എനിക്ക് 2 ചരട് പോലത്തെ സാധനം കിട്ടുന്നത് കൈ കെട്ടി. ഇവിടെ ഒരു മയിലൊക്കെ ഉണ്ടായിരുന്നു. കൊണ്ടോ ഗൈസ്, അത്ര നല്ല മയിലാന്ന് നോക്കിയാൽ 4 എണ്ണം അങ്ങോട്ട് ഉണ്ടായിരുന്നു. മയിലൊക്കെ നല്ല മയിലായിരുന്നു. പീലിയൊക്കെ വിടർത്തിക്കുന്നതാണ്, എന്ത് ചന്തമായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മളെ യാത്ര അച്ചൻകോവിലേക്കാണ്. അവിടെ നമ്മൾ പോകുന്ന വഴി കാട്ടിക്കൂടാണ് മൊത്തം സഞ്ചാരം. പോകുന്ന വഴിക്ക് കുരങ്ങൻ ഭയങ്കര ബോർഡൊക്കെ ഉണ്ടായിരുന്നു, പേടിയാവും. കുറേ മണിക്കൂർ കഴിയുമ്പോഴേ മനുഷ്യരെ ഒരു വണ്ടിയെങ്കിലും കാണത്തുള്ളൂ. ഞങ്ങൾ പോയപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു കാറിനകത്ത് പോകുന്നത്, വേറെ ആരും ഞങ്ങൾ കണ്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കണ്ടുള്ളൂ. പിന്നെ പിന്നെ ബോർഡൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ ആനയുണ്ട്, ആന ക്രോസ് ചെയ്യുന്നതാണ്, ആന വെള്ളം കുടിക്കുന്നതാണ്. ഇതാണ് നമ്മൾ അടുത്തായിട്ട്, ഇതൊരു ബോർഡാണ് അവിടുത്തെ. പിന്നെ നമ്മുടെ അവിടെ എത്തി. പിന്നെ നമ്മൾ അമ്പലത്തിലോട്ട് കയറുവാണ്. ശബരിമല സീസൺ ആയതുകൊണ്ട് എപ്പോഴും അവിടെ സ്വാമിമാരൊക്കെ ഉള്ളായിരുന്നു കൂടുതലും. പിന്നെ ഞങ്ങൾ ഇവിടെ നിങ്ങൾ കാണേണ്ടതാണ്, അത്രയ്ക്ക് പൊളിയാണ്. നിങ്ങൾ എവിടെയൊക്കെ വരണം, അത്രയ്ക്ക് കാണാൻ നല്ല രസമാണ്. മഞ്ഞ് മൂടിയ മലയും കിടിലമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്കിഷ്ടം. കാടിനകത്തൊരു അമ്പലമാണ് ഇത്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? മൊത്തം നല്ല കാറ്റും പിന്നെ ഫുള്ള് കാടാണ്. എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അടിപൊളിയായിരുന്നു, നല്ല കാറ്റൊക്കെ അടിപൊളിയായിരുന്നു, പിന്നെ പറഞ്ഞറിയിക്കണ്ട. പിന്നെ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുതു. എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ, സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. കാട്ടിലെ തടിയാണെന്ന് തോന്നുന്നു. നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ. അമ്പലത്തിലൊക്കെ കുറേ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിക്കാൻ നിന്നില്ല. തത്വമസിക്കു പൊരുൾ പടവാം പടി 18 കേറി, നിത്യനിരാമയദാസനിവൻ നിൻ സന്നിധി പൂകുമ്പോ. തത്വമസിക്കു പൊരുൾ പടവാം പടി 18 കേറി, നിത്യനിരാമയദാസനിവൻ നിൻ സന്നിധി പൂകുമ്പോ. ഉൾത്തുടി കൊട്ടും നൃത്തമുതിർക്കും എന്നെ മറക്കും, ഞാൻ ഉറഞ്ഞു പാടും. ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി ഞങ്ങളൊരു റോഡിൻ്റെ നടുവിൽ ഒരു മയിലിനെ കണ്ടു. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞങ്ങളുമായിട്ടൊക്കെ ഇണങ്ങിയൊക്കെ ചെയ്ത് ഞങ്ങൾ ഫോട്ടോ എന്ന് പറയുമ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ നിന്ന് ഞങ്ങളെ വിട്ട് പോതില്ലെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ അവസാനം ഞങ്ങൾ അടച്ച് നല്ലോണമായിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത റിവർ, ആന വെള്ളം കുടിക്കാൻ പറ്റുന്ന സ്ഥലമാണ്, അവിടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറേ നേരം ഒന്ന് കളിച്ചു. പിന്നെ തെന്മല ഡാമാണ്. അത് കഴിഞ്ഞ് നമ്മൾ കൊളത്താപ്പുഴയിലോട്ടാണ് പോകുന്നത്. അവിടെ അന്തരീക്ഷമൊക്കെ നല്ലതായിരുന്നു. ഇതാണ് കൊളത്തൂപ്പുഴ അമ്പലം. ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ നിന്നപ്പോൾ അവിടെ ചേച്ചിമാരൊക്കെ ഇന്ന് വിളക്ക് കത്തിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളും പോയെന്ന് വിളക്കൊക്കെ കത്തിച്ചു. ഇതൊക്കെ ഞങ്ങൾ കത്തിച്ചാണ് ചിരിയൊക്കെ. പിന്നെ നമ്മൾ തൊഴു. എന്റെ ശ്രീമണി കണ്ട ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ.